ചെറിയൊരു വിശേഷമുണ്ട് അമ്മ. ഞാനും ചേച്ചിയും അങ്ങോട്ട് വരുന്നുണ്ട്. ആ മക്കള് വരുന്നുണ്ടോ? എനിക്ക് സന്തോഷായി. ശരി അമ്മേ, ഞാൻ വന്നിട്ട് കാണാം. ശരി മോളെ. എന്താന്ന് ചേച്ചി പറഞ്ഞേ? ചേച്ചിമാർ രണ്ടാളും വരുന്നുണ്ട്, നീ വേഗം പോയി കുറച്ച് ഇറച്ചി മീനൊക്കെ വാങ്ങിയിട്ട് വാ. ആ പിന്നെ കാണുന്നവരോടൊന്നും വർത്താനം പറഞ്ഞ് നിൽക്കാതെ വേഗം വരണം. ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോ. ഞാൻ അങ്ങനെ വർത്താനൊന്നും പറഞ്ഞു നിൽക്കുന്നതല്ല. എന്നെ കാണുമ്പോഴേക്കും ആളുകളൊക്കെ ടീച്ചറമ്മയുടെ വിശേഷം തിരക്കും. അപ്പൊ അതിനുള്ള മറുപടി ഞാൻ പറയണ്ടേ? അല്ലെങ്കിൽ അവരൊക്കെ പറയില്ലേ ടീച്ചറമ്മയുടെ മൂന്നാമത്തെ മകള് എന്തൊരു അഹങ്കാരിയാണെന്ന്. ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളമ്മേ. ശരി ശരി, വേഗം പോയിട്ട് വാ. ശരി അമ്മേ. ആ വരി വരി, ഇരിക്ക്. ആ, എന്താ നിനക്ക് ഇത്ര സന്തോഷം? എന്റെ മക്കള് വരുന്നുണ്ട്, ഞാൻ അതിന്റെ സന്തോഷത്തിലാ. പേരക്കുട്ടികൾ വരുന്നുണ്ടാ? അതൊക്കെ ഒരു സർപ്രൈസ് ആണെന്നാ പറഞ്ഞേ. നീക്ക് ഭർത്താവിന്റെ കൂടെ പോയ നിനക്ക് കൂട്ടിന് ആരാ ഉണ്ടാവുക? അതിനല്ലേ എന്റെ മക്കള് വരുന്നത്, ഞാൻ അവരുടെ കൂടെ അങ്ങ് പോകും. എവിടേക്കാ പോണ്? അമേരിക്കയിലേക്കാണോ ദുബായിലേക്കാണോ പോകുന്നത്? അതൊക്കെ അവര് വന്നിട്ട് തീരുമാനിക്കട്ടെ. ആ എന്നെ നിങ്ങൾ ഈ ചായ കുടിച്ചിട്ട് സംസാരിച്ചോളൂ. ആ മോളെ, നീ വന്നോ? പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയോ? ഓ അമ്മ, എല്ലാം കിട്ടി. എന്നാ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക്. ശരി അമ്മേ. എന്തൊക്കെ ആയാലും നീതു നിനക്ക് നല്ലൊരു കൂട്ടായിരുന്നു. അവളങ്ങ് പോവില്ലേ? ശരണാലയത്തിൽ നിന്നും അവളെ എൻ്റെ കൂടെ കൂട്ടിയിട്ട് 10 കൊല്ലായി. അവർക്കും വേണ്ട ഒരു ജീവിതം. അതാണ് ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ചയച്ചത്. 2-3 ദിവസം കഴിഞ്ഞാൽ അവളെ കൂട്ടിയിട്ട് പോകും. അവളും എനിക്ക് മകൾ തന്നെയല്ലേ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു മനസ്സുള്ള ആളെ കാണാൻ പാടാണ്. ദൈവം നിന്നെ അനുഭവിക്കട്ടെ. ആ എന്നാ ഞാൻ ഈ ചായക്കപ്പ് എടുക്കണേ. നിങ്ങളെ പരിദൂഷണം പറച്ചിലൊക്കെ തുടങ്ങട്ടെ. നീ എന്താ പറഞ്ഞത്? പാരദൂഷണോ? ഓ അമ്മ, എന്റെ ചെവി. ഞാനൊരു തമാശക്ക് പറഞ്ഞാണ് അമ്മേ. ഓടി നിന്ന് ചിണുങ്ങാതെ നിന്റെ പണി ചെയ്ത് തീർക്കാൻ നോക്ക്. അവരിപ്പം എത്തും. എന്നാ ഞങ്ങള് പോട്ടെ, നീ വന്നിട്ട് കാണാം. ശരി. ചെയ്യണല്ലോ. മക്കളെ കാണുമ്പോഴുള്ള സ്നേഹമേ ഉള്ളൂ, എന്നെ കെട്ടിപ്പിടിക്കണ്ട. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? ഞങ്ങൾ അമ്മയെ കാണാനല്ലേ വന്നത്. അമ്മ എന്താ ഞങ്ങൾക്ക് അമ്മയോട് സ്നേഹമില്ല എന്ന് പറയുന്നത്? ഞങ്ങളുടെ തിരക്ക് കാരണമല്ലേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്തത്? നിങ്ങളെന്താ കുട്ടികളെ കൊണ്ടുവരാത്തത്? എനിക്കവരെ കാണാൻ കൊതിയായി. അമ്മ, കുട്ടികൾക്ക് ഇവിടെയൊന്നും ഇഷ്ടമല്ല. ഇവിടുത്തെ മണ്ണും പൊടിയും ഒന്നും അവർക്ക് പിടിക്കൂല. അമ്മേ, അവരവിടുത്തെ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ മനുഷ്യരുടെ സംസ്കാരവും രീതിയും ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അത് സാരല്ലേ, ഏതായാലും നീത്ത് പോവല്ലേ. ഞാനിനി ഇവിടെ ആരെ കാത്തിരിക്കാനാ? ഞാനും നിങ്ങളോടൊപ്പം വരാം. ഞങ്ങൾ വന്നിട്ട് എത്ര സമയം അമ്മേ? വല്ലാതെ വിശക്കുന്നു. അമ്മ പോയി ഭക്ഷണം എടുത്തു വെക്ക്. അയ്യോ, നിങ്ങൾ കണ്ട സന്തോഷത്തിൽ ഞാനത് മറന്നുപോയി. നിങ്ങൾ ഇരിക്കി, ഞാൻ നീതുവിനോട് കഴിക്കാൻ എടുത്തു വെക്കാൻ പറയട്ടെ. നീതു, ഞാനേ അമ്മയെ പറഞ്ഞു വിട്ടതാണ്. എനിക്ക് ഏതായാലും അമ്മയെ കൊണ്ടുപോകാനൊന്നും പറ്റൂല. നീ കൊണ്ടുപോകാം അമ്മയെ. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ജീവിക്കാനൊന്നും അമ്മയ്ക്ക് പറ്റില്ല. ചേച്ചി എന്തായി പറയുന്നേ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അമ്മയെ നോക്കാനും ചുമക്കാനും ഒന്നും പറ്റൂലെന്ന്. എന്നാ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് അമ്മയെ അവിടെ തന്നെ കൊണ്ടുവിടാം. എന്തും പറഞ്ഞാൽ നമ്മൾ അമ്മയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. നമുക്ക് ടൂറ് പോകാന്ന് പറഞ്ഞ് കൊണ്ടുപോവാം. അമ്മയെ അവിടെ ആക്കി വെക്കേഷനെ കഴിച്ച് പൊളിച്ച് നമുക്ക് തിരിച്ചു പോവാം. ചേച്ചി എന്തായിരുന്നു? വാ മക്കളെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എല്ലാം എടുത്തു വെച്ചു. അമ്മയെ വിളമ്പട്ടെ? ശരി മോളെ. അനീതു, ഇന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടേ. ഞാൻ രാകേഷിനെ വിളിച്ച് പറഞ്ഞോളാം. നീ ഇന്ന് തന്നെ അവന്റെ കൂടെ പോയിക്കോ. ഞങ്ങളുടെ അമ്മയും കൊണ്ട് നാളെ രാവിലെ തന്നെ ടൂറ് പോവാ. നോക്കമ്മേ ചേച്ചി പറയുന്നത്. ഞാൻ ഇന്നോടല്ല അമ്മേന്റെ കൂടെ ഉണ്ടാവും. ഒന്ന് പറയാമ്മേ ചേച്ചിയോട്. ശരി മോളെ, നീ അതൊന്നും കാര്യമാക്കണ്ട. നീ നാളെ ഞങ്ങളോടൊപ്പം തന്നെ ഇറങ്ങിയാൽ മതി. പിന്നെ ഒരു കാര്യം എനിക്ക് പറയണ്ടേ നീതു? ആ ശരി ശരി, വേഗം കഴിച്ച് എഴുന്നേറ്റ് എല്ലാരും പോയി കിടക്കാൻ നോക്ക്. നാളെ പോവേണ്ടതല്ലേ.
എന്താ മക്കളെ നമ്മൾ ഈ സ്നേഹസദനത്തിൽ? ഏതായാലും നന്നായി, ഞാൻ നിങ്ങളോടൊപ്പം വരികയല്ലേ, അതിനു മുമ്പ് എല്ലാവരും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ആ ടീച്ചർ മക്കളോ, വരി വരി ഇരിക്കി. അമ്മ നേരത്തെ പരിചയമുണ്ടോ? അമ്മ ഇവിടെ ഓരോ വിശേഷ ദിവസങ്ങളിൽ വന്ന് ഓരോ സഹായങ്ങൾ ചെയ്യുന്നതാണ്. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ടീച്ചർ വിശേഷം പറയും. ഞാൻ ഇവരോടൊപ്പം പോവുകയാണ്, അതിനു മുൻപ് എല്ലാവരും ഒന്ന് കാണാൻ വന്നതാ. ഓ സമാധാനമായി. ഞങ്ങൾ അമ്മയെ ഇവിടെ ആക്കാൻ വന്നതാ. അമ്മയുടെ വേലക്കാരി അവളുടെ ഭർത്താവിനൊപ്പം പോയി. അത് അമ്മയുടെ അഹങ്കാരം കൊണ്ടല്ലേ അമ്മ ആ വേലക്കാരിയെ പിടിച്ച് കെട്ടിച്ചത്. അല്ലെങ്കിൽ അവൾ അമ്മയെ നോക്കി ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഏതായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മയെ കൊണ്ടുപോകാൻ പറ്റൂല. ഞങ്ങളുടെ സ്റ്റാറ്റസിനൊട്ട് അമ്മ ചെയ്യുകയില്ല. നീക്കിടി, നിങ്ങൾക്കൊക്കെ എവിടുന്നാണ് ഈ സ്റ്റാറ്റസ് ഉണ്ടായത്? തന്തയും തന്നെ ആരാന്നറിയാത്ത രണ്ടെണ്ണം. അയ്യോ മാഡം, എൻ്റെ മക്കളെ ഒന്നും പറയല്ലേ. ടീച്ചർമാർ മിണ്ടാതിരിക്കി. നിങ്ങൾ എങ്ങനെ വിട്ടാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ തന്തേ തള്ളയില്ലാത്തവരൊന്നും അല്ല. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ അമ്മ. അച്ഛനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അച്ഛൻ മരിച്ചുപോയെന്നാണ് ഞങ്ങളോട് അമ്മ പറഞ്ഞത്. എന്നാ കേട്ടോ, ടീച്ചറമ്മ കല്യാണം കഴിച്ചിട്ടുമില്ല, ടീച്ചർക്ക് കുട്ടികളും ഇല്ല. നിങ്ങളെ രണ്ടുപേരെ സ്നേഹാലയത്തിൽ നിന്ന് എടുത്ത് വളർത്തിയതാണ്. അങ്ങനെ തന്നെ നീതുവിനെ. എന്താ മോളെ നീ വിളിച്ചത്? അമ്മ എവിടെയാ? മോളെ, ഞാൻ നമ്മുടെ സ്നേഹസദനത്തിലാ. ചേച്ചിമാർ എന്നെ ഇവിടെ കൊണ്ടാക്കി. അയ്യോ അമ്മ അവിടെ നിൽക്കുക, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ശരി മോളെ. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. അമ്മ ഈ കഥയൊന്നും ഞങ്ങളോട് പറയാതിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അമ്മയോട് ഇങ്ങനെ പെരുമാറിയത്. ഏതായാലും അമ്മ എല്ലാം മറന്ന് ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ചു വരണം. വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ ഭാരം ചുമക്കൊന്നും വേണ്ട. ടീച്ചർ ഇവിടെ നിന്നോട്ടെ. അമ്മേ, ഞാൻ അമ്മയെ കൊണ്ടുപോകാനാണ് അമ്മേ വന്നത്. എന്നോട് ഏട്ടനും പറഞ്ഞമ്മേ അമ്മയെ നമ്മളെ കൂടെ കൂട്ടാന്ന്. അമ്മ ഞങ്ങളോടൊപ്പം വരണം. ഞാനുള്ളപ്പോൾ അമ്മ ഈ ശരണാലയത്തിലൊന്നും കഴിയണ്ട. ശരി മോളെ, എനിക്ക് നിങ്ങൾ 3 പേരും ഒരുപോലെയാണ്. എവിടെയായിരുന്നാലും നിങ്ങൾ സന്തോഷത്തോടെ കഴിയണമെന്ന് എനിക്കുള്ളൂ. ഞാൻ നിന്നോടൊപ്പം വരാം. നിനക്കും ഞാനൊരു ഭാരമായി തോന്നുമ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവറ്റാൽ മതി. ഞാനിവിടുത്തെ അന്തേവാസികളോടൊപ്പം സന്തോഷമായി കഴിഞ്ഞോളാം. ശരി അമ്മേ, നമുക്ക് പോവാം. ശാപമല്ല, വാർദ്ധക്യം ഒരു ശാപമല്ല. ഭൂമിയിൽ പിറന്ന എല്ലാവരെയും അതൊരിക്കൽ തേടിയെത്തും. എന്നാൽ പുതിയ കാലത്തെ മനുഷ്യരത് ബോധപൂർവം വിസ്മരിക്കുന്നു. അതിൻ്റെ തെളിവാണിന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണത്തിലെ വർധനവ്. ഇപ്പോൾ അഭിമാനിക്കുന്ന യുവത്വം ഏറെക്കാലം നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യബോധം സ്വന്തം മാതാപിതാക്കൾക്ക് കനിവിൻ്റെ തണലേകാൻ രക്ഷിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഉൾപ്രേരണയാകട്ടെ.